നമസ്കാരം. ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം, ബുദ്ധമതം, ജൈനമതം, സ്വരാഷ്ട്രീയനിസം, സിഖ് മതം തുടങ്ങി വിവിധ മതങ്ങളുടെ ആവാസ കേന്ദ്രമായ ഭൂമിയിൽ അവയോരോന്നിന്റെയും നിലനിൽപ്പ് ഏത് രീതിയിലായിരിക്കുമെന്ന ഒരു ആഗോള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. പ്യൂ റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2050ഓടെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് പറയുന്നത്. 2050ഓടെ ഇന്ത്യ ഇന്തോനേഷ്യയെ മറികടന്ന് ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാകുമെന്നാണ് പ്രവചനം. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഏകദേശം 311 ദശലക്ഷം ആകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക മതങ്ങളുടെ ഭാവി ജനസംഖ്യാ വളർച്ചാ പ്രവചനങ്ങൾ 2010, 2050 എന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള പാകിസ്ഥാനിൽ ഏതാണ്ട് 273 ദശലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2010 ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യമായിരുന്ന പാകിസ്ഥാൻ 2050 257 ദശലക്ഷം മുസ്ലിങ്ങളുമായി ഇന്തോനേഷ്യയ്ക്കും താഴെ മൂന്നാം സ്ഥാനത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതവിഭാഗമായി ഹിന്ദുക്കൾ മാറുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2050ഓടെ ഇന്ത്യയിൽ 31 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നും അത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ 11% റിപ്പോർട്ട് പറയുന്നു. അപ്പോഴും ഇന്ത്യ ഏറ്റവും വലിയ ഹിന്ദു ജനസംഖ്യയായി തുടരുമെന്നും അത് 1.03 ബില്യണായി വളരുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. നിലവിൽ ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ളത്. മറ്റ് മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ ചെറുപ്രായവും ഉയർന്ന പ്രത്യുൽപാദന നിരക്കുമാണ് ഈ ഗണ്യമായ വളർച്ചയ്ക്ക് കാരണം. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു പഠനത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് ചെറുപ്പവും ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്കും കാരണമാണെന്ന് പറയുന്നു. മുസ്ലിങ്ങളുടെ ശരാശരി പ്രായം 22 വയസ്സാണ്. ഹിന്ദുക്കൾക്ക് 26 വയസ്സും ക്രിസ്ത്യാനികൾക്ക് 28 വയസ്സുമാണ്. ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് ശരാശരി 3.2 കുട്ടികളുണ്ട്. ഹിന്ദു സ്ത്രീകൾക്ക് 2.5 കുട്ടികളും ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ശരാശരി 2.3 കുട്ടികളും ഉണ്ട്. ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്നാണ് റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. 2010 മൊത്തം ജനസംഖ്യയുടെ 14.4% 2050 ആകുമ്പോഴേക്കും 18.4% ഉയരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഇന്ത്യയിലെ 4-3 പേരും അപ്പോഴും ഹിന്ദുക്കളായിരിക്കും. ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, നൈജീരിയ, ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ആകെ മുസ്ലിം ജനസംഖ്യയേക്കാൾ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ കൂടുതലായിരിക്കും. നിലവിൽ മൊത്തം ജനസംഖ്യയുടെ 2.5% വരുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 2050 ആകുമ്പോഴേക്കും 2.3% കുറയുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരമായി എത്രമാത്രം വസ്തുതയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നും ഈ പഠനത്തിന് ആശ്രയിച്ച വിവരങ്ങൾ ആധികാരികമാണോ എന്നും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നു വരുമെന്നുറപ്പ്.